ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഇതാ ഇന്നത്തെ ഇപ്പം നനച്ചുകുളിയൊക്കെയാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ എടുത്തിട്ട് കുറേ ദിവസമായി, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അന്നത്തെ ദിവസം ഹർത്താലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇക്കൊക്കെ ലീവ് എടുത്ത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് തന്നെ നമ്മൾ ഫുള്ളായിട്ട് വീട് ഫുൾ വൃത്തിയാക്കി വെച്ചപ്പോൾ രാവിലെ തന്നെ ഇതാ നമ്മുടെ ഹരിതസേനത്തിൻ്റെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൊടുത്തു. പിന്നെ അടുത്തത്തെ ഏട്ടനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തുടങ്ങുമ്പം തന്നെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ നേരെ അപ്പോൾ ഓപ്പോസിറ്റ് റൂം വൃത്തിയാക്കാണ്ട് വിചാരിക്കും. അവിടെ കുറേ 2 കൊട്ട നിറച്ചും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ അത് ഫുള്ള് എടുത്തൊന്ന് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇച്ചുവിൻ്റെ പണ്ടുള്ള കുഞ്ഞതായപ്പോഴുള്ള കുറേ ഡ്രസ്സുകളും അതുപോലെ തന്നെ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മാറ്റിയൊക്കെ വെച്ചു. കാരണം ഈ ഹരിതസേനത്തിൻ്റെ ആൾക്കാർ തന്നെ അതൊക്കെ കൊണ്ടുപോകട്ടോ, വേണ്ടാത്ത തുണിയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോകും. അപ്പം ഈ മാസം കൊണ്ടുപോകുന്നുണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഇല്ല, ഏപ്രിൽ മാസമാണ് കൊണ്ടുപോകുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത്. ഒരാഴ്ച എന്തായാലും ഇപ്പം നോമ്പും കൂടിയല്ല, അപ്പം പിന്നെ ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കി വെക്കാൻ വെച്ചു. പിന്നെ നമ്മൾ ചാക്കിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഇനിയിപ്പം ഇൻഷാല്ല 2 മാസം കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുപോകുമല്ലോ. പിന്നെ ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വെച്ചിട്ടോ. അങ്ങനെ പിന്നെ അതാ വേണ്ടാത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേഗം തന്നെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതിൽ കുറേ കവറുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കവറൊക്കെ ഞാൻ വേഗം ടേബിൾ മേലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഒക്കെ കൂടി ലാസ്റ്റ് പിന്നെ കൊട്ടയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു കൊട്ടയിൽ ഇട്ടൊക്കെ അയച്ചു. പിന്നെ മെയിനായിട്ട് ഈ കൊട്ട കാലിയാക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചുവിൻ്റെ കളിസാധനങ്ങൾ കേട്ടോ. ഇച്ചു കുറേ ടോയ്സ് ഉണ്ട്, ബോളും ബാറ്റും പിന്നെ ക്യൂബ്സിൻ്റെയും അങ്ങനെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അപ്പം ഒക്കെ കൂടിയിട്ട് അട്ടിക്കട്ടിയായിട്ട് കാണുന്നത് ഫുള്ളും ഷോക്കേസിൻ്റെ മുകളിലും നമ്മുടെ നിലത്തും കട്ടിൻ്റെ അടിയിലൊക്കെ ഇടലാണ് കേട്ടോ ആക്ക് പണി. അപ്പം ഒരു കൊട്ട ഓനിക്കായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓനെല്ലാം അതിലേക്ക് ഇടുമല്ലോ. അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഇപ്പോൾ കൊട്ടയൊക്കെ ഒഴിവാക്കുന്നത്. എന്നാൽ പിന്നെ വീട് വൃത്തിയായി കാണൂല. അപ്പം പിന്നെ ചാക്ക് നിറഞ്ഞപ്പോൾ ഞാൻ ഇക്കാനെ വിളിച്ചതായിരുന്നു കേട്ടോ. വേറെ ചാക്ക് എടുത്ത് അപ്പോൾ ആളെന്താക്കി ചാക്കൊന്ന് എൻ്റെ അടിയിലേക്കൊന്ന് ചവിട്ടിയിട്ട് സാധനങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ഒതുക്കി തന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് കൊട്ട ഒഴിവാക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഷോക്കേസ് ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കണ്ട. അതിൻ്റെ മുകളിലും കുറേ ചില്ലറ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം എന്ത് ബില്ലാണെങ്കിലും കറണ്ട് ബില്ലാണെങ്കിലും അല്ലാണ്ട് ഓരോരുത്തർ പിരിവിനും കാര്യത്തിനൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇഷ്ടം മാതിരി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. കാരണം ആവശ്യമില്ലാണ്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ കൊട്ടയിലിട്ട് വെച്ച ടോയ്സും കാര്യങ്ങളൊക്കെ ഓൻ തന്നെ എടുത്ത് നിലത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര കാലത്തോളം അങ്ങനെ നിൽക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് ഷോക്കേസൊക്കെ വൃത്തിയാക്കി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കൊട്ടേനുള്ളിൽ നിന്ന് എടുത്ത ഇതായിരുന്നു കേട്ടോ അയലിൻ്റെത്. അപ്പോൾ ആ കയറെന്താക്കാണ് മുകളിലേക്ക് ഇടാന്ന് വിചാരിച്ചിട്ടോ, ബർത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ടോയ്സൊക്കെ പിന്നെയും ഞാൻ പറഞ്ഞല്ലോ ഷോക്കേസ് മുമ്പത്തെ ഷോക്കേസിൻ്റെ മുകളിലും കട്ടിൻ്റെ അടിയിലൊക്കെ നിറച്ചോൻ്റെ ടോയ്സ് ഇരിക്കും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാനൊക്കെ കൂടിയിട്ട് കൊട്ടയിലേക്ക് വെക്കാണ്ട്. എന്നിട്ട് ഓനോട് പറയുന്നുണ്ട് ഇനി അതിന്ന് എടുത്തിട്ട് അതിൽ തന്നെ ഇട്ട് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ പറയുന്നത് നമ്മൾ കടമ ചെയ്യൽ പിന്നെ ഈ ഒരു പ്രായത്തിൻ്റെ ഫുള്ളും വലിച്ചു വാരി ഇടലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം പിന്നെ നമുക്ക് തന്നെ എടുത്തൊക്കെ ആയിരിക്കും. പിന്നെ വൃത്തിയാക്കാനൊരു സാധനം കൊടുത്താൽ പിന്നെ നമുക്കും ഒരു സമാധാനമാണല്ലോ. എല്ലാ സ്ഥലത്തും വലിച്ചു മാറിയിടണ്ടല്ലോ. കാരണം ആൾക്കാരൊക്കെ വരുമ്പോഴാണ്, പുറത്തുനിന്ന് ആൾ വരുമ്പം നമുക്ക് തന്നെ ഒരു മടിയാണ് കേട്ടോ വീടിങ്ങനെ വൃത്തികേടായിട്ട് കാണുമ്പോൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വൃത്തിയാക്കലൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പം കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നാട്ടോ ഉള്ളു വ്യത്യാസം. അധിക മാസവും നമ്മളിങ്ങനെ വേണ്ടാത്ത കുപ്പികൾ ഒഴിവാക്കുക, മരുന്നുകൾ ഒഴിവാക്കുക, പിന്നെ അതുപോലെ തന്നെ അടിക്കലും കൊട്ടലും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഇപ്പോൾ നോമ്പിൻ്റെ ആയിട്ട് അതിൻ്റേതായ കുറച്ച് സ്പെഷ്യാലിറ്റീസ് കേട്ടോ. പിന്നെ ഈ മരുന്നും കുപ്പീൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടക്കാൻ വെച്ചിട്ടോ. കാരണം കുറേ സ്ഥലത്ത് മരുന്നുകൾ മറിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന, പണ്ടല്ല പ്രഗ്നൻറ്റ് ആയ സമയത്ത് ഉപയോഗിച്ചിരുന്ന കമ്മൽ കേട്ടോ, ഫാൻസീൻ്റെ. അപ്പം ഡെലിവറി ഡേറ്റ് അടുത്ത സമയത്ത് ഒരു 8 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സ്വർണ്ണത്തിൻ്റെ കമ്മലൊക്കെ ഊരി വെച്ചിട്ട് സാധാ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമ്മൽ അവിടെ നിന്ന് കിട്ടി. പിന്നെ അതിൻ്റെ ആണില്ലായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഏതെങ്കിലും ആണിൻ്റെ ഒപ്പം ഇടാലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിലും ഇഷ്ടം മാതിരി സാധനം കേട്ടോ. അത് എത്ര ഒഴിവാക്കിയാലും പിന്നെയും ഉണ്ടാകും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇക്കാനോട് ഇച്ചുവിനൊന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓൻ്റെ ഉപ്പുണ്ടെങ്കിൽ പിന്നെ ഓൻ്റെ ഉപ്പന്നെല്ലാം കൊടുത്താൽ മതി, നമ്മൾ കൊടുക്കുന്നതൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, ഞാൻ ഫുള്ള് വൃത്തിയാക്കാൻ നിന്നു. ഓരോട് ഉമ്മാനോട് വയ്ക്കാനോടൊക്കെ മക്കളെ വെക്കാനും പറഞ്ഞു. പിന്നെ ഞാൻ വൃത്തിയാക്കാനും നിന്നു കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യുകയും ചെയ്യാം, നല്ല വൃത്തിയാകുകയും ചെയ്യും. പിന്നെ മക്കളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വരുമ്പോഴാണ് ഈ പണിയൊക്കെ ഇടങ്ങാറാവുക കേട്ടോ. ഒരു വലിച്ചിടൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ആരെ ഡിസ്റ്റർബൻസ് ഇല്ലെങ്കിൽ നമുക്ക് നല്ല വൃത്തി തന്നെ ചെയ്തെടുക്കാമല്ലോ. അങ്ങനെ പിന്നെ ഏറ്റവും ടോപ്പിലൊക്കെ വൃത്തിയാക്കട്ടോ. അവിടെയൊക്കെ തേനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫുള്ള് മറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം നല്ലോണം നനച്ച് തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എന്തായി എന്നൊക്കെ വന്ന് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാരണം മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണല്ലോ. അപ്പോൾ ആൾ വരുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ അടുക്ക് അവരുടെ അടുത്ത് തന്നെ പോയി. കാരണം ഓനിങ്ങനെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ കുപ്പിയിലെ തേൻ ഒരു കുഞ്ഞു കുപ്പിയിലേക്ക് ആക്കി മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം അതിൽ നിന്ന് എടുത്തിട്ട് ഇനി ഉപയോഗിച്ചാൽ മതി എന്നിട്ട് ആളെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കലുണ്ട് കേട്ടോ.
ഇപ്പോൾ നമ്മൾ കഫ്കെട്ടാണെങ്കിലും ജലദോഷം കയറുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് കുടിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ചുമക്കൊക്കെ ബെസ്റ്റാണ്. മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും ഈ തേനിൽ ചാലിച്ചിട്ട് തിന്നാൽ വേഗം മാറും കേട്ടോ. പിന്നെ അതാ ഇത്രയും സാധനങ്ങൾ കുറച്ചൊന്ന് ഒഴിവായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് പഴയ കരിവാളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചു വന്നിട്ട് ഓനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ആളെടുക്കാൻ കേട്ടോ. പക്ഷെ ആളെടുക്കുന്നതൊക്കെ വെറുതെയാണ്. കാരണം ഓൻ അതൊന്നും യൂസ് ആക്കൂല, വെറുതെ തന്നെ എല്ലാ സ്ഥലത്തും വാരി വലിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളെ റൂമും അതുപോലെ തന്നെ ആ റൂമൊക്കെ റെഡി ആയി. ഇപ്പോൾ ആ റൂമിൽ നിന്ന് ചാക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വെക്കണം. പിന്നെ ആ ഒരു കൊട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്താക്കണം, ആ കവറുകളൊക്കെ ടേബിളിൻ്റെ മുകളിലുള്ള കവറുകളൊക്കെ ഇപ്പം തന്നെ എടുത്തൊക്കെ അയച്ചിട്ടോ. കാരണം ആ സ്പോട്ടിൽ തന്നെ നമ്മളെല്ലാം ചെയ്തിട്ടില്ലേ പിന്നെ നടക്കൂല. കാരണം പിന്നെ മക്കൾ ചെറുതായതുകൊണ്ട് തന്നെ എസയാണെങ്കിലും വലിച്ചിടും, എണീറ്റ് നിന്നിട്ട് അതുപോലെ തന്നെ ഇച്ചും വലിച്ചിടും കേട്ടോ. പിന്നെ കുട്ടികളെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അടിച്ചിട്ടോ ഒന്നും കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പം പിന്നെ അതും പെട്ടെന്ന് തന്നെ റെഡിയാക്കണം. പിന്നെ അതിൻ്റെ അടുക്കതാ ഷോക്കേസ് നമ്മൾ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അവിടെ നിന്ന് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കാണ് കേട്ടോ. കാരണം കുറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ മുമ്പൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഒന്ന് വൃത്തിയാക്കിയോണ്ട് തന്നെ അധികം വൃത്തികേടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ്റെ സാധനങ്ങൾ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ. പിന്നെ ട്രോഫിയും കാര്യങ്ങളൊക്കെ സെക്കൻഡ് തട്ടിലായിരുന്നു കേട്ടോ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഇനി ടോപ്പിലേക്ക് എടുത്ത് വെക്കുകയാണ്. എന്നാൽ പിന്നെ അവിടെ നിന്ന് എടുക്കൂലല്ലോ. ഇതിപ്പം ഇച്ചൂനാണെങ്കിലും അതുപോലെ തന്നെ ഏട്ടൻ്റെ മക്കൾക്കാണെങ്കിലും വന്നാൽ ട്രോഫികൾ വേണം കേട്ടോ കളിക്കാൻ, പൊന്നൂനൊക്കെ. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസം കൂടിയും അതൊക്കെ എടുത്തിട്ട് മണ്ണൊക്കെ എടുത്ത് കോരലും കളിക്കലൊക്കെ ചെയ്യുന്നു കേട്ടോ. അപ്പം പിന്നെ ഒരാളെടുത്താൽ എന്തായാലും അടുത്താൾക്ക് ആവശ്യം വരും. പിന്നെ ഏറ്റവും മുകളിൽ വെച്ചാൽ ആർക്കും എത്തൂല്ല, പിന്നെ ആരും എടുത്ത് കളിക്കൂലല്ലോ. അപ്പോൾ മുകളിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനി എല്ലാം കൂടി എടുത്തിട്ട് പിന്നെ താഴെ എന്തായാലും ഒഴിച്ചിടാൻ വെച്ച്. കാരണം താഴെ എന്ത് വെച്ചിട്ടും കാര്യമില്ല, ഇച്ചത് വലിച്ചിടും കേട്ടോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും വെക്കണ്ട, പിന്നെന്തെന്നാ പ്ലെയിൻ ആയിട്ട് ഇടാൻ വെച്ചിട്ടോ. ഇനി ഇവരൊക്കെ വലുതായതിന് ശേഷമാണ് നമുക്ക് വീടൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ടും അതുപോലെ തന്നെ വൈറ്റ് വാഷൊക്കെ ചെയ്തിട്ട് കാര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എന്തെങ്കിലും പേനയോ പെൻസിലോ കളറോ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒക്കെ കൂടിയും ചുമൻ്റെ മുകളിൽ കൂടിയാണ് കേട്ടോ. പിന്നെ ഏതാ ഫ്ലവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം മണി പ്ലാന്റിൻ്റെ ആണെങ്കിലും അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ ഇതൊക്കെ വെക്കുന്നുണ്ട്. എനിക്ക് നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ കുട്ടികളെ വൈതാരായി പോയിട്ടോ. അങ്ങനെ പിന്നെ അതാ ഞാനിപ്പം ഇതും കൂടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. എന്നാൽ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ പെട്ടെന്ന് തീർക്കാമല്ലോ. അപ്പം അത് വിചാരിച്ചിട്ട് ഓരോന്നായി ചെയ്ത് തീർക്കാണ്. പിന്നെ ഈ ഒരു കളിപ്പാട്ടം എൻ്റെ അനിയത്തീൻ്റെ ഹസ്ബൻഡ് തന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ നാശമായിട്ടുണ്ട്. അപ്പം പിന്നെ അതും കൂടി ഒഴിവാക്കി കളയുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം ടി വിൻ്റെ ആ സ്ഥലം കേട്ടോ. അപ്പം ഇത് ടി വി വെച്ച ആ സ്ഥലത്ത് ഫുള്ള് മലങ്കോലായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. കാരണം ഇതിൻ്റെ സ്പീക്കർ ഉണ്ടല്ലോ, കുറേ സ്പീക്കറാണ് കേട്ടോ. 1 2 ഒന്നല്ല, 4 5 5 6 സ്പീക്കർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അടിച്ചു വാരി തുടക്കലല്ല, അതിൻ്റെ മുമ്പേ നമുക്ക് ജനലും വാതിലൊക്കെ തുടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് അടിച്ചു വരാൻ വെച്ചിട്ടോ. കാരണം വെള്ളമായിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും നമുക്ക് അടിച്ചു വരാൻ വൃത്തിക്ക് കിട്ടില്ല, നിലമൊന്നും വൃത്തിയാകൂല കേട്ടോ. അപ്പം പിന്നെ എന്താക്കി ഫുള്ളായിട്ടൊന്ന് വേഗം അടിച്ചു വരെ തുടക്കുകയാണ്. എന്നിട്ട് അടിച്ചു വരതിന് ശേഷം ജനലും വാതിലൊക്കെ തുടക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ അതാ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ കൊട്ടയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനിയിപ്പം കവറുകളൊക്കെ അപ്പം തന്നെ എടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ അതൊക്കെ കൂടിയും അതിൻ്റെ മുകളിൽ കിടക്കുകയുണ്ടാവുള്ളൂ. പിന്നെ ലേറ്റ് ആവില്ല. പിന്നെ നമുക്ക് വൈകുന്നേരം അലക്കിയ ഡ്രസ്സൊക്കെ അലക്കിയൊക്കെ ഇടാനുണ്ട്. അപ്പം പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ. എനിക്ക് എൻ്റെ ജാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം എൻ്റെ ബ്രദർ വാങ്ങി തന്ന ജാക്കറ്റ് ചെയ്യുന്നു കേട്ടോ മാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അതവിടെ എടുത്ത് വെച്ചു. പിന്നെ അതാ ഫാന് ഇക്കാനോട് തുറക്കാൻ പറഞ്ഞു കേട്ടോ. കാരണം എനിക്ക് എന്തായാലും എത്തൂല, കുറച്ച് റിസ്ക്കാണ് കേട്ടോ. പിന്നെ അഥവാ ഞാൻ ബെഡിൽ നിന്നൊക്കെ വീണിക്കണം അവിടെ കിടക്കും കേട്ടോ. പിന്നെ അത് ആൾ തുടച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതാ ജനലും അതുപോലെ തന്നെ ഷെൽഫും വാതിലൊക്കെ തുടക്കണം. അപ്പോൾ ആദ്യം തന്നെ ഷെൽഫ് തുടക്കുകയാണ് കേട്ടോ. അപ്പം അധികമൊന്നും പൊടി ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഇതൊക്കെ എപ്പോഴും അധികം ചെയ്യുന്നുണ്ട്. പൊടി ജസ്റ്റ് ആയിട്ട് ഇടയ്ക്കൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ തുടക്കലുള്ളത് കൊണ്ട് അധികം പണി വന്നിട്ടില്ല. പിന്നെ ഫാനൊക്കെയാണ് കേട്ടോ, നല്ല ചളി ഉണ്ടായിരുന്നു. കാരണം ഫാൻ നമ്മൾ എപ്പോഴും യൂസ് ആക്കുന്നുണ്ട് എന്നല്ലാണ്ട് എപ്പോഴും വൃത്തിയാക്കുന്നില്ലല്ലോ. അപ്പം അതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ജനലും തുറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് മീൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. ചോറും കറിക്ക് രാവിലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ചോറും അതുപോലെ തന്നെ മീൻ കറിയും മീൻ പൊരിച്ചത് പിന്നെ ഉച്ചക്ക് കഴിക്കാൻ നേരത്തെ പൊരിക്കാൻ വിചാരിച്ചു. പിന്നെ ഇടിച്ചക്ക ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കിയോണ്ട് അടുക്കള വശത്തേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എനിക്ക് ഉറപ്പായിരുന്നു നമ്മൾ പണിയിൽ ഇറങ്ങിയാൽ പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. അതിനെ കൊണ്ട് തന്നെ നേരത്തെ കാലത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഇതാക്കുന്നത്. പിന്നെ ഞാനിതാ ജനലിൻ്റെ മുകളിലേക്കൊക്കെ വലിഞ്ഞ് കയറുന്നുണ്ട്. കാരണം സ്റ്റൂളൊക്കെ വെച്ച് നിന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കലേ സമയം ഉണ്ടാവുള്ളൂ.
അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിൽ കയറി വൃത്തിയാക്കട്ടോ. അങ്ങനെ ചെരുപ്പൊക്കെ ഉരിച്ചതാ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഉള്ളിലുള്ള വശം ഉള്ളിന്നും പിന്നെ പുറകുന്ന് പിന്നെ ബേക്കിൽ കൂടെ പോയിട്ടുമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അകത്ത് ഫുള്ളൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വെച്ചിട്ടോ. ഇപ്പം തന്നെ സമയം നല്ലോണം ആയിട്ടുണ്ട്. 1 മണി 12:45 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പം പിന്നെ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം പണിയെടുക്കാൻ നിന്നാൽ അത് തീർത്താലാണ് കേട്ടോ സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ പണീൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ ആരെങ്കിലും വേറെ ആരെങ്കിലും കയറി വന്നാൽ നമുക്കൊരു ഇടങ്ങേറാണല്ലോ വൃത്തികേടായി കിടക്കുന്നത് വരും. ഇപ്പം അതുകൊണ്ട് ഞാൻ ഇക്കാനെ പറഞ്ഞു എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൊരിയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അധികം വിശപ്പ് തോന്നിയിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളവും കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താ നമ്മളെ റൂമിലുള്ള ജനലും അതുപോലെ തന്നെ ഷെൽഫും കാര്യങ്ങളൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ റൂമും വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. വൃത്തിയാക്കുമ്പോൾ എല്ലാ റൂമും കൂടി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഈ ഒരു നനച്ചുകുളി എന്ന് പറയുമ്പം ഒരു ദിവസത്തെ മെനക്കേടാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ അകവും അതുപോലെ തന്നെ റൂമുകളും മാത്രമാണ് കേട്ടോ വൃത്തിയാക്കുന്നുള്ളൂ. പിന്നെ കർട്ടനും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം വൃത്തിയാക്കും. പിന്നെ അതുപോലെ തന്നെ അടുക്കളയും നെക്സ്റ്റ് ഡേ വൃത്തിയാക്കാൻ നിന്നിട്ടോ. കാരണം എല്ലാം ഒരു ദിവസം കൊണ്ട് നടക്കില്ല. പിന്നെ മക്കളും ചെറുതല്ല, അപ്പോൾ അവരെ കൂടുതൽ കരയിപ്പിക്കുന്നതും നമ്മൾ ചെയ്യുന്ന ഒരു ക്രൂരത തന്നെ വേണം പറയാം. കാരണം ഇപ്പം തന്നെ ഞാൻ പണിയെടുക്കുമ്പം ഇതൊക്കെ ഫുള്ളും കരച്ചിലൊക്കെ ചെയ്യുന്നു കേട്ടോ. അപ്പം പണീൻ്റെ അടുക്ക് തന്നെ ഫീഡ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെയും ഓടെ നിലത്തിരുത്തും. പിന്നെ നിലത്തുനിന്ന് കരയും. പിന്നെ ഞാൻ പണിയെടുക്കുന്ന നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ നിലത്തിങ്ങനെ വെക്കുമ്പോൾ ആളെ എടുത്താൽ ശരിയാവില്ല. കാരണം ആൾ ഫുള്ള് വെള്ളത്തിലൊക്കെ കളിക്കും കേട്ടോ. പിന്നെ ഞാൻ അധികം മൈൻഡാക്കാണ്ട് തന്നെ വേഗം പണിയെടുക്കാണ്ട് ഓളെ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്. പിന്നെ ഇക്കോടെ എടുത്ത് ഇങ്ങനെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടെടുക്കുന്നതുകൊണ്ടൊക്കെ കുറേയൊക്കെ സുഖമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ അടുത്തൊന്നും ആൾ ഫുൾ കരച്ചിലാണ് കേട്ടോ. പിന്നെ കുറേ നേരം ഉമ്മ നിലത്തിറക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, പിന്നെ ഇക്ക എടുക്കും, അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പിന്നെ വൃത്തിയാക്കാൻ തന്നെ നിന്നു കേട്ടോ. ഭയങ്കരമായിട്ട് കരയുമ്പോൾ എടുക്കുക എന്നല്ലാണ്ട് എപ്പോഴും എടുത്തുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് കുറച്ച് മടിയാണ് കേട്ടോ എല്ലാവരുടെ അടുത്തും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളെൻ്റെ അടുത്ത് തന്നെയായിരിക്കും അധിക സമയം ഉണ്ടാവുക. അങ്ങനെ പിന്നെ ഈ ഒരു ഫാൻ്റെ കാര്യം പറയുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ ടേബിളിൻ്റെ ബേക്ക് വശമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം റൂമും ഹാളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉമ്മാൻ്റെ റൂമും കൂടിയാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റൂമും കൂടി നല്ലോണം വൃത്തിയാക്കുന്നുണ്ട്. ഇനിയിപ്പം ഫ്രണ്ടിൽ കൂടെ ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇച്ചു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആളിപ്പം നമ്മൾ മുറ്റത്തിറങ്ങി ആൾ മുറ്റത്തുണ്ടായി. ഇനിയിപ്പം ബേക്ക് വശത്തും കൂടിയും എല്ലാ ജനലിൻ്റെ പുറകും അതുപോലെ തന്നെ കമ്പീൻ്റെ ബാക്ക് വശമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എന്നാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം വൃത്തിയാക്കുമ്പം ടോട്ടലായിട്ട് നല്ല വൃത്തിയാക്കിയാൽ പിന്നെ നമുക്കൊരു സമാധാനമാണ്, അതുപോലെ തന്നെ സന്തോഷമാണ് കേട്ടോ വൃത്തിയിൽ കാണുമ്പോൾ. അപ്പോൾ ഞാനൊക്കെ ഇതാ കഷ്ടപ്പെട്ട് കയറുന്നൊക്കെ ഉണ്ടോ. പക്ഷെങ്കിൽ കയറിയിട്ട് ഒരു വശം ഇരുന്ന് തുറക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ബാക്ക് വശം എനിക്ക് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇക്കന്നെ ആൾ കയറേണ്ടി വന്നു കേട്ടോ പിടിച്ചിട്ട്. കാരണം എനിക്ക് ജനൽ പൂട്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതാ ബേക്കിലേക്ക് പോകണം. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ ബേക്കിൽ. പിന്നെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു തണലുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കെത്തുന്ന ഭാഗം ഞാൻ തുറക്കുന്നുണ്ട്. പിന്നെ മോൾ വശത്തേക്ക് ഇക്കാരോടനെ ഞാൻ തുറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഇച്ചും അതിൻ്റെ നമ്മളെ വൈത്താലെ തുടക്കുന്നുണ്ട് കേട്ടോ. ആളോട് പറഞ്ഞിട്ട് ആളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പറയുമ്പം ആൾ കരച്ചിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഓൻ്റെ വണ്ടിയും ഇക്കാൻ്റെ ബുള്ളറ്റൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അതാ വൈകുന്നേരം ആയപ്പം കാറും കൂടിയും കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ നനച്ചുളി എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.